എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്കൊരു ചെറിയ വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. കാലലക്ഷണങ്ങൾ എന്ന് കർത്താവ് ഉദ്ദേശിച്ച ആ വിഷയത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്കെ വന്നു ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. അവിടെ പരീശന്മാരും സദൂക്യരും കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആകാശത്തു നിന്ന് ഒരു അടയാളമാണ് അവർ ചോദിക്കുന്നത്, യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. യേശു ദൈവപുത്രനാണോ, ദൈവമാണോ, വെറും മനുഷ്യനാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നെന്ന പോലെ അന്നും പലർക്കും സംശയമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു അടയാളം തോന്നി. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ആകാശത്തിൻ്റെ ഭാവങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകും എന്ന് നിങ്ങൾ പറയുന്നു. രാവിലെ ആകാശം മൂടിച്ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകും എന്ന് നിങ്ങൾ പറയും. അപ്പോൾ പ്രകൃതിയുടെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ ഈ കാലത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതെന്നാണ്. അപ്പോൾ എന്താണ് കർത്താവ് ഒന്നാമത് വന്ന ആ കാലത്തിൻ്റെ വിശേഷത എന്താണ് എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രവചനങ്ങളിൽ അല്പമെങ്കിലും വിശ്വാസമുള്ളവരായിരുന്നാൽ അവർക്ക് യേശുക്രിസ്തുവിനെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും യഹൂദന്മാരുടെ രാജാവായിട്ടാണ് വന്നിരിക്കുന്നതും എന്നൊക്കെ കർത്താവ് അവരുടെ ഇടയിൽ സംസാരിക്കുകയും സ്വർഗരാജ്യമെന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ച് അവർക്ക് അറിവ് കൊടുക്കുകയും ചെയ്തു. ഏതാനും ചില ശിഷ്യന്മാരാണ് ആദ്യകാലത്ത് യേശുവിനോടുകൂടെ വന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ വരവ് ചില പ്രവചനങ്ങളുടെ നിവൃത്തിയുടെ കാലമാണ്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ്. മുഖ്യമായിട്ടും ഇസ്രായേൽ മോശയെ അംഗീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. മോശ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആവർത്തനം 18-ാം വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാക്യം: നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവൾക്ക് അവളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. നിന്നെ പോലെ ഒരു പ്രവാചകനെ യഹോവ എഴുന്നേൽപ്പിക്കും എന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. നിങ്ങൾ ആ പ്രവാചകന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്നും പറയുന്നു. അപ്പോൾ ആ പ്രവാചകൻ യേശുക്രിസ്തുവാണെന്നാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്.
അതിലും അവർക്ക് അടയാളം വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിവൃത്തിയുടെ കാലലക്ഷണം അതവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, വന്നിരിക്കുന്നത് യേശുവാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് മതിയായ തെളിവോടുകൂടിയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ആ വാക്ക് നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇതൊരടയാളമാണ്. യഹൂദജാതിയുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരത്ഭുതവും അടയാളവുമായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ. യഥാർത്ഥ ദൈവമായ യഹോവയല്ല ഇമ്മാനുവേൽ. യഹോവയുടെ പുത്രനായിട്ടും യഹോവയുടെ പ്രതിനിധിയായിട്ടുമാണ് യേശുക്രിസ്തു എന്നും വർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചും ആണ് എന്നുള്ളതാണ്. മീഖായുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. നീ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പല ഭാഗത്തും പറയുന്നു. ഒരു രക്ഷകനായിട്ടും രാജാവായിട്ടും അവർക്ക് കാത്തിരിക്കാവുന്ന വിധത്തിലാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ചും 53-ാം അധ്യായത്തിൽ യേശുക്രിസ്തു രക്ഷകനായി വരുന്നതിനെക്കുറിച്ചും ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 53-ാം അധ്യായം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം നിവൃത്തിയുടെ കാലത്താണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ, ഈ തെളിവുകളെല്ലാം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ മതിയായ തെളിവുകൾ തന്നെയാണ്. ദാനിയേൽ പ്രവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശുക്രിസ്തു യഹൂദ ജാതിയുടെ ഇടയിലേക്ക് വരികയും അവരിൽ മുഖാന്തരം ചില കാര്യങ്ങൾ നിവൃത്തിയാക്കും എന്നുള്ള പ്രവചനം അവിടെ ദാനിയേലിനെ അറിയിക്കുന്നു. 9-ാം അധ്യായം 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്തു പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതെ, ഒരു 70 ആഴ്ചവട്ടത്തിൻ്റെ കൃത്യമായ കാലദൈർഘ്യവും അതിൽ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ദാനിയേലിന് യഹോവ വെളിപ്പെടുത്തി കൊടുത്തു.
എന്താണ്? അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും ഒന്നാമത്തെ കാര്യമാണ്. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ മന്ദിരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. കൃത്യമായ ഒരു സംഖ്യയാണ്, 70 വർഷം. ഇതിനകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളുടെ ആരംഭം നമ്മുടെ കർത്താവിൽ തുടങ്ങുകയാണ്. അവസാനത്തെ ഒരാഴ്ചവട്ടം 7 വർഷം ഇസ്രായേലിന് വേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. AD 29 മുതൽ 36 വരെയുള്ള 7 വർഷം യഹൂദജാതിക്ക് മാത്രം വേണ്ടിയിട്ടുള്ള കാലമായിട്ട് ദൈവം നീക്കിവച്ചു. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിപരിശുദ്ധമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ചാണ്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുക. പാപങ്ങളെ എന്നുള്ള പ്രയോഗത്തിൽ ഒന്നിൽ കൂടുതൽ പാപങ്ങളുണ്ടെന്നുള്ളതാണ്. അതേതാണ് ഒന്നിൽ കൂടുതൽ പാപം? മുഴുവൻ മനുഷ്യരാശിയെയും മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ പോരുന്നതായ പാപം ആദാമ്യ പാപമാണ്. അനുസരണക്കേടും മൂലമുണ്ടായ പാപം. അത് ആദാമ്യ സന്തതി പരമ്പരകളിലേക്കും അത് കൈമാറിയിരിക്കുന്നതാണ്. അവിടെ ദൈവം ആദാമെന്ന ഏക വ്യക്തിയിൽ കൂടെ മുഴുവൻ മനുഷ്യരെയും പരിശോധിക്കുകയാണ്. ആദാം തെറ്റിപ്പോകുന്ന പക്ഷം എല്ലാവരും തെറ്റിപ്പോകാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ മറുവില കൊണ്ട് മുഴുവൻ പേരെയും മോചിപ്പിക്കാമെന്ന്. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് ന്യായപ്രമാണ ലംഘനമാണ്. ആദാമ്യ പാപത്തിൻ്റെ ഇടയിൽ തന്നെ ന്യായപ്രമാണ ലംഘനമാകുന്ന പാപവും ഇടയിൽ ചേർന്ന് വന്നു. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണ പാപം അത് യഹൂദനെ സംബന്ധിച്ചാണ്. യഹൂദജാതിക്കാണ് ന്യായപ്രമാണം ലിഖിതമായി നൽകപ്പെട്ടത്. യഹൂദന്മാരല്ലാത്ത ആളുകൾക്കും അവരുടെ ഉള്ളിൽ അതേ ന്യായപ്രമാണം ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ യഹൂദന് നൽകപ്പെട്ട ന്യായപ്രമാണത്തിൽ പൗരോഹിത്യം, ബലികർമാദികൾ ഇതെല്ലാം അതിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ബലിയുടെ നിഴലുകളായിട്ട് അവ ചെയ്തു പോന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ നിഴലായ യാഗങ്ങൾക്ക് പൊരുളായ ഒരു യാഗം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം അന്ന് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ബലിയാണെന്ന് മനസ്സിലാക്കാൻ യഹൂദജാതിക്ക് കഴിഞ്ഞില്ല. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്നാണ്. യഹൂദജാതിയുടെ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് വെറും ആട് മാത്രമായിരുന്നു. ആ ആട് യേശുക്രിസ്തുവാകുന്ന കുഞ്ഞാടിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ യഹൂദന് കഴിഞ്ഞില്ല.
അങ്ങനെ ആ ബലി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു യഹൂദജാതിയുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഇസ്രായേലിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദർശനവും പ്രവചനവും മുദ്രയിടുക. പഴയ നിയമ ദർശനങ്ങൾ, പ്രവചനങ്ങൾ അതെല്ലാം നിവൃത്തിയാക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് യേശുക്രിസ്തു അന്ത്യകാലത്ത് പ്രത്യക്ഷനാകും എന്നുള്ള കാര്യം യഹൂദജാതിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രവചനങ്ങളുടെയും ദർശനങ്ങളുടെയും നിവൃത്തികളുടെ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യഹൂദജാതിക്ക് ഒന്നടങ്കം വീഴ്ച ഭവിച്ചു. അതുകൊണ്ട് അവർ അടയാളം ചോദിക്കും. അത് യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് ഇനി അടയാളമില്ല. പഴയ നിയമ തിരുവെഴുത്തുകളിൽ നൽകപ്പെട്ടിരുന്ന അടയാളങ്ങൾ, സൂചനകൾ, വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങളെല്ലാം തിരസ്കരിച്ച യഹൂദജാതിക്ക് യോനയുടെ അടയാളമേ ഉള്ളൂ. യോനയുടെ അടയാളം എന്ന് പറഞ്ഞാൽ യോനയുടെ പ്രസംഗം കേട്ട് നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് യഹോവ നിനവേ പട്ടണത്തെ നശിപ്പിച്ചില്ല. ഇവിടെ ഇതാ യോനയിലും വലിയവനായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെടാത്ത യഹൂദജാതിക്ക് ശിക്ഷ നൽകപ്പെടും എന്നുള്ള കാര്യമാണ്. അതാണ് യോനയുടെ അടയാളമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൻ്റെ നിവൃത്തികളുടെ ലക്ഷണങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ കർത്താവ് കാലലക്ഷണങ്ങളെ നിവേദിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതെന്ത് എന്ന് ചോദിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം നിർത്തുകയാണ്.